ഹലോ ഗേസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളെല്ലാവരും ഇന്ന് കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഏട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സും അവരുടെ ഫാമിലീസും ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സൊക്കെ കൂടെ ഉള്ളത്. കൊട്ടിയൂർ അമ്പലത്തിലേക്ക് ബസ്സിന് പോകാൻ ആഗ്രഹിക്കുന്നവർ തലശ്ശേരിക്ക് വരിക. തലശ്ശേരിയിൽ നിന്ന് നേരിട്ട് കൊട്ടിയൂരേക്ക് ബസ് സർവീസ് ഉണ്ട്. ഞങ്ങൾ തൂണേരിയ, പാറാട്ട് വഴി ചെറുവാഞ്ചേരി ആ ഭാഗത്തൂടെയാണ് കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകുന്നത്. ഞങ്ങൾ ബാക്കിൽ സീറ്റ് പിടിച്ചിട്ടുണ്ട്. ചെറിയ മക്കൾ കയ്യിലുള്ളതാണ് ബാക്കിലിരുന്ന് അവർക്ക് ഇഷ്ടത്തിന് കളിക്കാമല്ലോ. പിന്നെ ജൂൺ 30 വരെ മാത്രമല്ലേ സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമുള്ളൂ. ഇതാ കൊട്ടിയൂർ അമ്പലത്തിന് അടുത്തെത്താറായിട്ടുണ്ട്. റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഓടപ്പൂക്കളും മറ്റു കച്ചവടങ്ങളൊക്കെ ഉണ്ട്. കൊട്ടിയൂർ അമ്പലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊന്ന് ഓടപ്പൂവാണ്. അവിടെ എത്തിച്ചേരുന്ന ഏതൊരാളും ഓടപ്പൂ വാങ്ങാതെ വീട്ടിലേക്ക് തിരിച്ചു പോകില്ല. ഓടപ്പൂ വാങ്ങണം എന്നാണ്. അതാണ് ഒരു ഐശ്വര്യം അമ്പലത്തിൽ പോയാലുള്ള. പിന്നെ ഈ കാണുന്നതാണ് ബാവലിപ്പുഴ. നല്ല ഭംഗിയുണ്ട്. എൻ്റെ കൂടെയുള്ളവരെല്ലാം ഞാൻ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം ഹായ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബാവലിപ്പുഴയിലെ 2 ഉരുളൻ കല്ലുകൾ തമ്മിൽ ഉരസിയാൽ ചന്ദനം കിട്ടും എന്നുള്ളതാണ്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാനിത് അനുഭവിച്ചറിയുന്നത്. ഞാനും അനുജൻ്റെ ഭാര്യയും കൂടിയാണ് മക്കളെയും കൂട്ടിയിട്ട് 2 ഉരുളൻ കല്ലുകളെടുത്ത് ഉരച്ച് നോക്കി. ശരിക്കും ചന്ദനത്തിൽ ഉരക്കുമ്പം തന്നെ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്മെല്ലും കിട്ടിയിട്ടുണ്ട്, ചന്ദനവും കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഒരു അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഓരോരുത്തർ പല കല്ലുകൾ വെച്ച് ഉരക്കുമ്പോൾ ഈ കളർ വ്യത്യാസം ഉണ്ടാകുന്ന അതും കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയത് സാധാരണ ഒരു മഞ്ഞ കളറിനെയാണ്. ഇതാ ഞങ്ങളെല്ലാവരും അമ്പലത്തിൻ്റെ നടയിലൂടെ അമ്പലത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നല്ല തിരക്കാണ്. കേരളത്തിന് പുറത്തുനിന്നുള്ള ആൾക്കാരും കൂടുതലായിട്ടുണ്ട്. കേരളക്കാരേക്കാൾ കൂടുതൽ പുറത്തുനിന്ന് ആൾക്കാരാണ്. കർണാടകക്കാരാണ് കൂടുതലായിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മഴ കുറവായത് കുട്ടികളും കൊണ്ട് വന്നതുകൊണ്ട് അധികം മഴയില്ല. പക്ഷെ എനിക്ക് മഴയാണ് വേണ്ടത്.